ഇതാണ് പാലക്കാട് ജില്ലയിലെ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം. 3000 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നതെങ്കിലും എനിക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു ക്യൂരിയോസിറ്റി ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വൃക്ഷങ്ങളും പൂക്കളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ടോട്ടലി പീസ്ഫുൾ തരുന്ന ഒരു എൻവയോൺമെന്റ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. എല്ലാ സ്പിരിച്വൽ പ്ലേസിലും അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും എനിക്കിവിടെ കൂടുതൽ പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു കേട്ടോ. ഈ നിൽക്കുന്ന വവ്വാലുകളെ കണ്ടോ? ഇവ അപമൃത്യു സംഭവിച്ചു മോക്ഷം കിട്ടാത്ത ആത്മാക്കൾ ഭഗവാനെ നമശിവായ എന്ന് ചൊല്ലി ധ്യാനിക്കുന്നു എന്നാണ് സങ്കല്പം. ആസ് എ ബിലീവർ ഞാനും അതിൽ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇവ വൈകിട്ട് ദീപാരാധന കഴിഞ്ഞിവിടുന്ന് പോയി രാവിലെ വീണ്ടും എത്തുമത്രേ. അതിലൊരു പ്രത്യേകത അല്ലേ? ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഉണ്ണി ഗണപതിക്ക് മുട്ടറുത്ത് ഫലം പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെയുള്ള പ്രത്യേകത, ഹിന്ദു വിശ്വാസപ്രകാരം 27 നക്ഷത്രങ്ങളാണല്ലോ ഉള്ളത്. ആ 27 നക്ഷത്രങ്ങൾക്കും വൃക്ഷം ഇവിടെയുണ്ട്. ഇവിടെ വരുന്ന ഭക്തർ അവരുടെ നാളിലുള്ള വൃക്ഷത്തെ ചുറ്റും ഒരു കുടം വെള്ളം ഒഴിച്ച് വലം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എത്ര വലിയ പ്രയാസത്തിലോ ലോ ആയിട്ട് നിൽക്കുന്ന സമയത്തോ ഒരു അമ്പലത്തിൽ പോയാൽ എനിക്കൊരു റിലീഫ് കിട്ടാറുണ്ട് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ?